കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ, അങ്ങനെ അവർ 2 പുതിയ കയറുകൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. അവൻ ലേഹിയയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്ന് അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, നിന്നെ എത്ര പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാലും ആ ബന്ധനങ്ങൾക്ക് നിന്നെ ഒതുക്കുവാൻ സാധ്യമല്ല. നിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ ബന്ധനങ്ങൾ കത്തിപ്പോകത്തക്ക നിലവാരത്തിൽ, അസാധാരണമായ നിലവാരത്തിൽ ദൈവശക്തി നിന്നിൽ നിന്ന് ഒഴുകുവാൻ തക്കവണ്ണം ഇടയായി തീരും. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം സാധാരണ അഭിഷേകമല്ല. ബന്ധനങ്ങളെ അഴിക്കുന്ന, നിന്നെ ഒതുക്കുവാൻ ശ്രമിക്കുന്ന, ശത്രുവിന്റെ പദ്ധതികളെ തകർക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തിയാണ് നിന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ അവന്റെ മേൽ കെട്ടിയിരുന്ന പുതിയ കയറ് തീ കൊണ്ട് കത്തിക്കരിഞ്ഞു പോയ ചണനൂൽ പോലെയായെങ്കിൽ ഈ ദിവസങ്ങളിൽ നിന്റെ ശുശ്രൂഷ മേഖലകളെ ബന്ധിച്ച ബന്ധനങ്ങൾ, നിന്റെ കുടുംബജീവിതത്തെ ബന്ധിച്ച ബന്ധനങ്ങൾ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ആ ബന്ധനങ്ങളെ കത്തിച്ച് കളയത്തക്ക നിലവാരത്തിൽ ദൈവശക്തി നിന്നിലൂടെ ഒഴുകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ കയ്യിൽ അണലി കടിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നാൽ അഭിഷിക്തൻ ആ അണലിയെ തീയിലേക്ക് എറിഞ്ഞു കളയുന്ന ഒരു സന്ദർഭം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നിന്നെ ബന്ധിക്കാൻ ശ്രമിക്കുന്ന ആ പൈശാചിക ശക്തികളെ, നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികളെ അഭിഷേകമാകുന്ന അഗ്നിയിലേക്ക് കുടഞ്ഞെറിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആലോചന കൈമാറുന്നു. ഈ ദിവസങ്ങളിൽ നീ പ്രാപിച്ച അഭിഷേകം സാധാരണപ്പെട്ട അഭിഷേകമല്ല. അസാധാരണമായ, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമാണ്. അത് സെഹ്യോൻ മാളിക മുറിയിൽ അഗ്നിജ്വാല പോലെ ിരിക്കുന്ന നാവുകളാൽ അപ്പോസ്തലന്മാരുടെ മേൽ, കാത്തിരിക്കുന്നവരുടെ മേൽ വെളിപ്പെട്ട അഭിഷേകമാണ്. ഈ ദിവസങ്ങളിൽ നീ ഒരു സാധാരണക്കാരനല്ല, സാധാരണക്കാരിയല്ല. അഭിഷേകം നിന്റെ മേലുണ്ട്. നിന്നെ ഒതുക്കുവാൻ ഒരു ശത്രുവിനും സാധ്യമല്ല. അഭിഷേകത്തിന്റെ നിറവിൽ അന്യഭാഷകളിൽ നാം ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുമ്പോൾ അന്ധകാരത്തിന്റെ അടിത്തറകളെ ഇളക്കുവാൻ തക്കവണ്ണമുള്ള ദൈവശക്തി നിന്നിലൂടെ ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് ഒഴുകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ പ്രാപിച്ച അഭിഷേകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ആ ദൈവശക്തി നിന്നെ അന്ത്യത്തോളം വഴി നടത്തും, നിന്നെ ശക്തീകരിക്കും. ഗോഡ് ബ്ലസ് യു.